The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to Business Studies class. I think all are doing well. Okay, see, in the last class we completed our 9th chapter, that is financial management. I think all are clear. Okay, today we are going to discuss the 10th chapter, that is financial market. Okay, so what do you mean by financial market? See, the financial market is the market which act as an intermediary and makes possible the transfer of fund from savers to investors. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റാണ്. അതിൽ പറയുന്നത് എന്താണ്? വിച്ച് ആക്ട് ആസ് ആൻ ഇന്റർമീഡിയറീസ്, ഒരു ഇന്റർമീഡിയറീസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആൻഡ് മേക്സ് പോസിബിൾ ദ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ഫ്രം സേവർ ടു ദ ഇൻവെസ്റ്റർ. അല്ലേ, ആരാണോ ക്യാഷ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവരിൽ നിന്ന് അത് ഇൻവെസ്റ്ററുടെ കയ്യിലേക്ക് എത്തിക്കുന്ന ഒരു ഇന്റർമീഡിയറീസ് ആയിട്ട് വരുന്നതാണ് ആക്ച്വലി ഏത് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. സോ ബിസിനസ് നീഡ്സ് ഫിനാൻസ് for fixed and working capital requirements. അല്ലേ, ഒരു ബിസിനസ്സിന് ഫിനാൻസ് ആവശ്യമാണ്. ഫിക്സഡ് ക്യാപിറ്റൽ പർച്ചേസ് ചെയ്യാൻ, ഫിക്സഡ് ക്യാപിറ്റൽ പർപ്പസിനും വർക്കിംഗ് ക്യാപിറ്റൽ പർപ്പസിനും ബിസിനസ്സിന് ഫിനാൻസ് ആവശ്യമാണ്. സോ ഫിനാൻഷ്യൽ മാർക്കറ്റ് കൺസിസ്റ്റ് ഓഫ് ടു മേജർ സെഗ്മെന്റ്സ്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ക്യാപിറ്റൽ മാർക്കറ്റും ആൻഡ് ദെൻ സെക്കൻഡ് വൺ മണി മാർക്കറ്റും. അങ്ങനെ രണ്ട് സെഗ്മെന്റ് ഉൾപ്പെട്ടുള്ളതാണ് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ്. എന്താണ് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഫങ്ഷൻസിൽ വരുന്നത്? ദ ഫസ്റ്റ് വൺ, മൊബിലൈസേഷൻ ആൻഡ് ചാനലൈസ് ദ സേവിങ്സ് ഇൻ ടു ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് യൂസേഴ്സ്. അല്ലേ, അതായത് ഫസ്റ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഫെസിലിറ്റേറ്റ് ട്രാൻസ്ഫർ ഓഫ് സേവിങ്സ് ഫ്രം പീപ്പിൾ ടു ഇൻവെസ്റ്റേഴ്സ്. അല്ലേ, അതായത് ആളുകളുടെ കയ്യിൽ നിന്നുള്ള സേവിങ്സ് ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കാൻ സൗകര്യമാണ് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് ചെയ്യുന്നത്. സോ ഫിനാൻഷ്യൽ ഓഫേഴ്സ് ഡിഫറെന്റ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂ ടു സേവ് ആൻഡ് ഹെൽപ് ദ ചാനലൈസ് ദയർ സേവിങ് ഇൻ ടു ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് യൂസ്. അപ്പോൾ ആളുകളുടെ കയ്യിലുള്ള സമ്പാദ്യം ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മേഖലകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സഹായിക്കുകയാണ് ആക്ച്വലി ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് ചെയ്യുന്നത്. Then second one, facilitating price discovery. See, financial market helps in creation of financial assets by issue shares and debentures. അല്ലേ, ഷെയറുകളും ഡിബഞ്ചറുകളും ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫിനാൻഷ്യൽ അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ് ആക്ച്വലി, ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുകയാണ് ആക്ച്വലി ആര് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ മാർക്കറ്റ് ചെയ്യുന്നത്. ആൻഡ് ആൾസോ ഹെൽപ്സ് ദ എസ്റ്റാബ്ലിഷിംഗ് ദ പ്രൈസ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ്. അല്ലേ, ഫിനാൻഷ്യൽ അസറ്റ്സിനെ പ്രൈസ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും കൂടെ ചെയ്യാൻ ആര് സഹായിക്കുന്നു? ഫിനാൻഷ്യൽ മാർക്കറ്റ് സഹായിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ, പ്രൊവൈഡിങ് ലിക്വിഡിറ്റി ടു financial assets. See, financial market provide liquidity to financial assets. എങ്ങനെ? By facilitate easy purchase and sale of financial assets. അല്ലെ, ഫിനാൻഷ്യൽ അസറ്റ്സ് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാനും സെയിൽ ചെയ്യാനുള്ള അവസരം ഇവിടെയുണ്ട്. സോ ഇറ്റ് ഹെൽപ്സ് ദ ഇൻവെസ്റ്റേഴ്സ് ടു കൺവേർട്ട് ദയർ സെക്യൂരിറ്റീസ് ഇൻ ടു ക്യാഷ്. ഇൻവെസ്റ്റേഴ്സിന്റെ സെക്യൂരിറ്റീസിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനും ഇത് ഇൻവെസ്റ്റേഴ്സിനെ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. Okay, and the next one, reducing the cost of transactions. See, the valuable information about the securities are provided through financial market. So it is very helpful for buyers
and sellers of the financial securities, and they can save their time, effort, money in their dealings. അല്ലേ? സെക്യൂരിറ്റീസിനെ കുറിച്ച് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഫിനാൻഷ്യൽ മാർക്കറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. അത് ബയേഴ്സിനും സെല്ലേഴ്സിനും വളരെയധികം ഹെൽപ്ഫുൾ ആണ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസിനെ കുറിച്ച് അറിയാനായിട്ട്. സോ അതുകൊണ്ട് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും ഇൻഫർമേഷൻ അറിയാൻ വളരെ സൗകര്യപ്രദമാണ്. അതുകൊണ്ട് ദേ ക്യാൻ സേവ് ദെയർ ടൈം, എഫേർട്ടും അവരുടെ മണിയും ഒക്കെ സേവ് ചെയ്യാനൊക്കെ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ വരുന്നത്. ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ ദ ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. Next one, types of financial market. There are two types of financial market, that is money market and capital market. See, money market and financial markets are categorized into two, money market and capital market. Capital market are again categorized into two, that is primary market and secondary market. എന്താണ് മണി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സി മണി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ട്സ്. അല്ലേ? ഷോർട്ട് ടേം ഫണ്ട്സ് അല്ലെ, കുറഞ്ഞ കാലയളവിലേക്ക് ഫണ്ട് ആവശ്യമെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് ആക്ച്വലി ഏത് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഡീൽസ് in the monetary assets whose maturity period is up to 1 year. മെച്യൂരിറ്റി പീരീഡ് 1 ഇയറിൻ്റെ ഉള്ളിൽ എത്തുന്ന വരെയുള്ള മാർക്കറ്റാണ് ആക്ച്വലി ഏത് അങ്ങനെയുള്ള ആസറ്റ്സുകൾ ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് ആക്ച്വലി മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ട്രഷറി ബിൽസ്, കൊമേഴ്ഷ്യൽ പേപ്പർ, കോൾ മണി, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എക്സെട്ര ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഇൻ മണി മാർക്കറ്റ്. മണി മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് ഈ ട്രഷറി ബില്ലുകൾ, കൊമേഴ്ഷ്യൽ പേപ്പർ, കോൾ മണി, സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഒക്കെ പറയുന്നത്. ഓക്കെ, RBI, കമേഴ്ഷ്യൽ ബാങ്ക്സ്, മ്യൂച്വൽ ഫണ്ട്സ് എക്സെട്ര ആർ ദി മെയിൻ പാർട്ടിസിപ്പൻസ് ഇൻ ദി മണി മാർക്കറ്റ്. അപ്പം മണി മാർക്കറ്റിൽ ആരൊക്കെയാണ് പാർട്ടിസിപ്പൻസ് ആയിട്ട് വരുന്നത്? RBI വരുന്നുണ്ട്, കൊമേഴ്ഷ്യൽ ബാങ്ക്സുകൾ വരുന്നുണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ ഈ ഇതിനെ മണി മാർക്കറ്റിൽ ആരാണ് നമ്മുടെ പാർട്ടിസിപ്പൻസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ മണി മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു? കോൾ മണി ഉണ്ട്, ട്രഷറി ബില്ലുണ്ട്, കൊമേഴ്ഷ്യൽ പേപ്പർ ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഉണ്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ട്രേഡ് ബില്ല്, അങ്ങനെയൊക്കെ ഉണ്ടെന്നു. എന്താണ് ഈ കോൾ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് മണി മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഈ കോൾ മണി എന്ന് പറയുന്നത്. അതായത് കോൾ മണി ഇസ് ദ ഷോർട്ട് ടേം ഫിനാൻസ് റീപേയബിൾ ഓൺ ഡിമാൻഡ്. ഇതൊരു കോൾ മണി എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ടേം ഫിനാൻസ് ആണ്, റീപേയബിൾ ഇൻ ഓൺ ഡിമാൻഡ്, ആവശ്യപ്പെടുമ്പോൾ തിരിച്ചടയ്ക്കണം. സോ വിത്ത് ദ മെച്യൂരിറ്റി ഓഫ് 1 day to 15 days, ഒരു ദിവസം മുതൽ 15 ദിവസം വരെ മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് കോൾ മണി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ എക്സ്ട്രീംലി ഷോർട്ട് പീരീഡ് ലോൺസ് ആയിട്ടാണ് പറയുന്നത്. So their day-to-day surplus fund, mostly of the banks are usually trade as a call money. They day-to-day surplus funds most of the banks are usually trade as a call money. Call money ആയിട്ട് മിക്കവാറും ബാങ്കുകൾ യൂസ് ചെയ്യുന്നത് സർപ്ലസ് ഫണ്ടിൻ്റെ അന്നുണ്ടാവുന്ന സർപ്ലസ് ഫണ്ടുകളെ. സോ ദ ഇൻട്രസ്റ്റ് റേറ്റ് പെയ്ഡ് ബൈ കോൾ മണി ലോൺസ് ഈസ് നോൺ ആസ് കോൾ റേറ്റ് എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ട്രഷറി ബില്ല്. മണി മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന മറ്റൊരു ഇൻസ്ട്രുമെന്റ് ആണ് ട്രഷറി ബില്ല്. Treasury bills means are issued by the Reserve Bank of India on behalf of the Government of India. India ഗവൺമെന്റിന് വേണ്ടിയിട്ട് RBI ഇഷ്യൂ ചെയ്യുന്നതാണ് ട്രഷറി ബിൽ ടു മീറ്റ് എന്തിനു വേണ്ടി? ഷോർട്ട് ടേം റിക്വയർമെന്റ്സ് ഓഫ് ഫണ്ട്. അല്ലെ, ഒരു ബിസിനസ്സിന് ഹ്രസ്വകാല അളവിലേക്ക് ഫണ്ട് ആവശ്യമെങ്കിൽ അത് നിറവേറ്റാൻ വേണ്ടിയിട്ട് RBI ഇഷ്യൂ ചെയ്യുന്നതാണ് ഈ ട്രഷറി ബിൽ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഷോർട്ട് ടേം ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ് for the period of less than 1 year തന്നെയാണ് ഇതിന്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ സോൾഡ് ടു ദ ബാങ്ക് ആൻഡ് ദ പബ്ലിക്കിനും വിൽക്കാം, ബാങ്കിനും സെയിൽ ചെയ്യാം. ട്രഷറി ബിൽസ് ആർ ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്. ട്രഷറി ബിൽസ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് പറഞ്ഞാൽ കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ്. സോ ആൻഡ് ഫ്രീലി ട്രാൻസ്ഫറബിൾ, ആർക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ മണി മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന നെക്സ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ. സി, കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത് ഇസ് എ ഷോർട്ട് ടേം അൺസെക്യൂർഡ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്, issued as a promissory note by big business firms having an excellent credit rating. അല്ലേ, നല്ല ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള വലിയ വലിയ കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന
ഒരു ഷോർട്ട് ടേം ആൻഡ് അൺസെക്യൂർഡ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് ആക്ച്വലി ഈ കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. ഇത് മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 15 days to 1 year വരെയാണ് ഇതിന്റെ മെച്യൂരിറ്റി പീരീഡ്. ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട് ഫോർ സീസണൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ഈസ് അവൈലബിൾ അല്ലേ. ഇത് സീസണൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ വേണമെങ്കിൽ സീസണലും അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ഫണ്ട് ആവശ്യമുള്ള സമയത്ത് ഫണ്ട് ആവശ്യമെങ്കിൽ നമുക്ക് ഈ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ് അല്ലേ. നെക്സ്റ്റ് വൺ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ്. സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ അൺസെക്യൂർഡ് ആൻഡ് നെഗോഷ്യബിൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇഷ്യൂഡ് ബൈ ആരാണ്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഓർ സെലക്ടഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത് എഗെയിൻസ്റ്റ് ദ മണി ദാറ്റ് ഈസ് ഡെപ്പോസിറ്റഡ് അല്ലേ. ആൻഡ് ദെൻ ദ പീരീഡ് ഓഫ് ദിസ് ഡെപ്പോസിറ്റ് റേഞ്ച് ആക്ച്വലി ബിറ്റ്വീൻ 91 days to 1 year വരെ ആയിരിക്കും. നെക്സ്റ്റ് വൺ കൊമേഴ്ഷ്യൽ ബിൽ ഓർ ട്രേഡ് ബിൽ. സി ഇറ്റ് ഈസ് എ ഷോർട്ട് ടേം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് which is used to finance the credit sales of the firm. Okay, trail bill is issued by ആരാണ്? seller on the buyer for the value of goods delivered by him. Okay, so these bills are 13 days, 16 days or 19 days maturity date. Okay, maturity ഇത്രയൊക്കെയാണ് അതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് മണി മാർക്കറ്റ് എന്നും മണി മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ക്യാപിറ്റൽ മാർക്കറ്റ്. മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതിൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ മാർക്കറ്റ് റെഫേഴ്സ് ടു ഫെസിലിറ്റേറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ്സ് ത്രൂ വിച്ച് ലോങ് ടേം ഫണ്ട്സ് ബോത്ത് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റീസ് ആർ റേസ്ഡ് ആൻഡ് ഇൻവെസ്റ്റഡ്. ഈ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഈ സംവിധാനത്തിൽ ലോങ് ടേം ഫണ്ട്സ് ആവശ്യമെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് ഡെപ്റ്റ് ആയിട്ടും ഇക്വിറ്റീസ് ആയിട്ടും റേസ് ചെയ്യുന്നുണ്ട്. സോ ദ മെച്യൂരിറ്റി പീരീഡ് ഓഫ് ദി സെക്യൂരിറ്റീസ് ആർ മോർ ദാൻ 1 year. ഈ ഡെപ്റ്റ് ഇക്വിറ്റി ഇതിൻ്റെയൊക്കെ മെച്യൂരിറ്റി പീരീഡ് ആക്ച്വലി മോർ ദാൻ 1 yearലായിരിക്കും, കൂടുതലായിരിക്കും. സോ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, ഡെവലപ്മെന്റ് ബാങ്ക്സ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, retail investors are the participants of this capital market. Okay, and then a well established capital market is essential for economic development of a nation. ഒരു രാജ്യത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള വികസനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത് ഒരു നല്ലൊരു ക്യാപിറ്റൽ മാർക്കറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. Okay, then what are the difference next one difference between money market and capital market? Money market and capital market തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയായിരിക്കും? The first one, money market for the short term fund, but in case of capital market it is for long term fund. Okay, then money market instruments are commercial paper, certificates of deposit, treasury bills, trade bills, etc. But in case of capital market, the equity shares, preference shares, debentures, bond, etc. are the instruments. See, money market the participants of money markets are money market, RBI, commercial banks, state government companies, mutual funds, etc. And then capital market participants are stock exchange companies, development banks, commercial banks, etc. And then duration of securities, actually money market short term security deals with the short term securities, capital market deals with the long term securities. And then returns in money market, less returns, and then capital market high risk, high returns. And then price determined by the management, and then capital market determined by the demand and supply for the security. And then impact, money market directly promote capital formation in an economy, but in case of capital market is indirectly promote the capital formation as a ensure liquidity to existing securities. And then process, in money market primary marketing only buying, no selling of the securities. But in case of capital market, in secondary market both buying and selling of securities regularly. And the location in money market, it has no fixed location or geographical location. It has no fixed geographical location, but in case of capital market it is located at fixed places. Then purpose, money market securities are issued to raise fund from the public, but in case of capital market securities are traded for investment and speculative purpose.
and then securities are new, and then capital markets in securities are second hand. I think all are clear. Okay, next one, types of capital market. There are two types of capital market, that is primary market and secondary market. What do you mean by primary market? See, this is the market for new securities. പുതിയ സെക്യൂരിറ്റികൾക്കുള്ള മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇൻ പ്രൈമറി മാർക്കറ്റ് കമ്പനി ഇഷ്യൂ ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ലോൺസ് ഡയറക്ട്ലി ടു ദി ഇൻവെസ്റ്റേഴ്സ് ആൻഡ് കളക്ട് ദെയർ റിക്വയർഡ് ഫണ്ട്. അല്ലെ, ഇൻവെസ്റ്റേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യും, അവരിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുകയും ചെയ്യും. ഇവിടെ ബയേഴ്സ് ഗെറ്റ് ന്യൂ സെക്യൂരിറ്റീസ് ആയിരിക്കും. സോ ഇറ്റ് ഓൾസോ കോൾഡ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്സ് എന്ന് ഇതിനെ അറിയപ്പെടും. സോ ഇൻ പ്രൈമറി മാർക്കറ്റ് കമ്പനി കളക്ട് മണി ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ഗെറ്റ് ന്യൂ സെക്യൂരിറ്റീസ്. ഇൻവെസ്റ്റേഴ്സിന് പുതിയ സെക്യൂരിറ്റി കിട്ടും, കമ്പനിക്ക് പൈസ കിട്ടുകയും ചെയ്യും. സോ ഡയറക്ട്ലി ഫ്രം കമ്പനി എന്നാണ് പറയുന്നത്. സോ ദോസ് ഹു ആർ അസിസ്റ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് പ്രൈമറി മാർക്കറ്റ്സ്, ആരൊക്കെയാണ് അസിസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ അണ്ടർ റൈറ്റേഴ്സ്, ഷെയർ ബ്രോക്കേഴ്സ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, മർച്ചന്റ് ബാങ്കേഴ്സ്, ഇങ്ങനെയുള്ളവരാണ്. അല്ലേ, അപ്പോൾ പ്രൈമറി മാർക്കറ്റ് ഡീൽ ചെയ്യുന്നത് ന്യൂ സെക്യൂരിറ്റീസ് ആയിരിക്കും. ഇവിടെ പ്രൈമറി മാർക്കറ്റിൽ കോൺട്രാക്ട് ഈസ് ബിറ്റ്വീൻ ആരൊക്കെ, കമ്പനി ആൻഡ് ദ ഇൻവെസ്റ്റേഴ്സ്. ഇൻ സെക്കൻഡറി മാർക്കറ്റ് ഈസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റേഴ്സ്. സോ ഇൻ പ്രൈമറി മാർക്കറ്റ് കമ്പനി ഗെറ്റ് ക്യാഷ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ഗെറ്റ് വാട്ട്, ന്യൂ ഷെയർസ്. ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ പ്രൈമറി മാർക്കറ്റ് എന്താണെന്ന് പറഞ്ഞില്ലേ, ഇനി ഈ പ്രൈമറി മാർക്കറ്റിൽ ഷെയറുകൾ അല്ലെങ്കിൽ സെക്യൂരിറ്റികൾ ഇഷ്യൂ ചെയ്യാനുള്ള മെത്തേഡ്സ് ഏതൊക്കെ രീതിയിൽ പ്രൈമറി മാർക്കറ്റിലെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ദ മെത്തേഡ്സ് ഓഫ് ഇഷ്യൂയിങ് സെക്യൂരിറ്റീസ് ഇൻ ദ പ്രൈമറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിൽ സെക്യൂരിറ്റികൾ ഇഷ്യൂ ചെയ്യാനുള്ള മെത്തേഡ്സ്. ദ ഫസ്റ്റ് വൺ, പബ്ലിക് ഇഷ്യൂ ത്രൂ പ്രോസ്പെക്ടസ്. സെക്കൻഡ് വൺ, ഓഫർ ഫോർ സെയിൽ. തേർഡ് വൺ, പ്രൈവറ്റ് പ്ലേസ്മെന്റ്. ഫോർത്ത് വൺ, റൈറ്റ് ഇഷ്യൂ. ഫിഫ്ത്ത് വൺ, EIPO. See, the first one, public issue through prospectus. See, under this method, the company invite the general public to subscribe its shares or debentures. ഈ മെത്തേഡ് പ്രകാരം കമ്പനി പൊതുജനങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു, ആ കമ്പനിയുടെ ഷെയറുകളും ഡിബഞ്ചേഴ്സും എന്ത് ചെയ്യാൻ, വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ത്രൂ ദ ഇഷ്യൂ ഓഫ്, എങ്ങനെയാണ്, പ്രോസ്പെക്ടസിലൂടെയാണ്. So the prospectus നമുക്കറിയാം, it contain everything about the company and the public issues. And then these details help the public to understand and evaluate the earning potential and risk in the proposed investments. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് എത്രത്തോളം ഏർണിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം റിസ്ക് ഉണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ദ മെത്തേഡ് റിക്വയർ ബാങ്കേഴ്സ്, ബ്രോക്കേഴ്സ് ആൻഡ് അണ്ടർറൈറ്റേഴ്സ് ടു വർക്ക് ആസ് ആൻ ഇന്റർമീഡിയറീസ്. ഇവർ ഇന്റർമീഡിയറീസ് ആയിട്ട് ഇത്രയും പേര് ആരെങ്കിലും വേണം. സോ ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസീവ് മെത്തേഡും കൂടിയാണ്. സോ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതുപോലെ ഇതിന് കൂടുതൽ അഡ്വർടൈസ്മെന്റ് വേണം. അതുപോലെ ബ്രോക്കേഴ്സിന്റെയും ബാങ്കേഴ്സിന്റെയും അണ്ടർറൈറ്റേഴ്സിന്റെയും ഹെൽപ്പ് വേണം. പ്രോസ്പെക്ടസ് ഇസ് ഇൻവിറ്റേഷൻ ആയിട്ട് വരുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ഇൻഫോം ആൻഡ് അട്രാക്ട് ദ ഇൻവെസ്റ്റിംഗ് പബ്ലിക്. ആൻഡ് ദ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഓഫർ ഫോർ സെയിൽ ആണ്. സി, ഇറ്റ് ഈസ് ആൻ ഇൻഡയറക്റ്റ് വേ ഓഫ് സെല്ലിംഗ് സെക്യൂരിറ്റി ടു ദി പബ്ലിക്. പബ്ലിക്കിന് സെക്യൂരിറ്റി സെയിൽ ചെയ്യാനുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് ദ എൻറ്റയർ സെക്യൂരിറ്റീസ് ആർ ഫസ്റ്റ് സോൾഡ് ടു ഇന്റർമീഡിയറീസ് അറ്റ് ഫിക്സഡ് പ്രൈസ്. ഒരു ഫിക്സഡ് പ്രൈസിൽ ആദ്യം സെക്യൂരിറ്റീസ് ഇന്റർമീഡിയറീസിന് എന്ത് ചെയ്യും, സെയിൽ ചെയ്യും. ഇന്റർമീഡിയറ്റ്സ് മേ ഇഷ്യൂയിങ് ഹൗസ് ഓർ സ്റ്റോക്ക് ബ്രോക്കേഴ്സ്. സോ ഇന്റർമീഡിയറീസ് എന്ത് ചെയ്യും, then resell this intermediaries എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, issuing house or stock brokers. So ഈ intermediaries എന്ത് ചെയ്യും, these intermediaries then resell these shares to the investing public at a higher prices. Higher prices-ൽ ഈ intermediaries വേറെ ആൾക്ക് കൊടുക്കും, മനസ്സിലായോ, ഇൻവെസ്റ്റേഴ്സിന് അത് കൊടുക്കും. സോ പബ്ലിക്കിന് കൊടുക്കും. സോ the issuing company they save from the tedious process involved in making public issues. That is offer for sale എന്ന് പറയുന്നത്. So and then next method for private placement. See, private placement is the allotment of security by the company to institutional investors. Institutional investors like what, LIC, UTI, etc. and some selected individuals. And then this method helps to raise capital more quickly than public issue through prospectus.
So the companies which cannot afford a public issue can choose private placements. അതാണ് ഇവിടെ private placement. Then right issue എന്ന് പറയുന്ന മെത്തേഡിൽ പറയുന്നത് right issue is an invitation to existing shareholders to purchase additional new shares in the company in proportion their existing holding. അപ്പോൾ right issue എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, കമ്പനിയിലുള്ള ഷെയർ ഹോൾഡേഴ്സിനെ തന്നെ ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് വീണ്ടും കമ്പനിയുടെ പുതിയ ഷെയറുകൾ കൊടുക്കുന്നതാണ് ആക്ച്വലി റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. റൈറ്റ് അത് വാങ്ങിക്കാൻ ഇവരെ ഇൻവൈറ്റ് ചെയ്യുക, നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനെ തന്നെ ഇൻവൈറ്റ് ചെയ്യുക, ആ കമ്പനിയുടെ പുതിയ സെക്യൂരിറ്റികൾ വാങ്ങാൻ അവരെ തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നതിനെയാണ് ആക്ച്വലി റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. റൈറ്റ് ഇഷ്യൂസ് ആർ ഓഫേർഡ് വെൻ എക്സിസ്റ്റിംഗ് കമ്പനി ഇഷ്യൂ അഡീഷണൽ ഷെയർസ് ടു ഇൻക്രീസ് their capitals. Actually it is generally offered at price below the current market price. അല്ലേ, മാർക്കറ്റ് പ്രൈസിന് എത്രയാണ് താഴെ ആ രീതിയിലായിരിക്കും ഇവർക്ക് ഇപ്പോൾ ഇത് സെയിൽ ചെയ്യുന്നത് ടു എക്സസൈസ് ദിസ് റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻഡ് ദ നെക്സ്റ്റ് വൺ EIPO, that is it refers to issuing securities through online system of stock exchange, online വഴി. So that SEBI registered brokers, SEBI പറഞ്ഞ Security Exchange Board of Security Exchange Board of India registered അതിൽ രജിസ്റ്റർ ചെയ്ത ബ്രോക്കേഴ്സിനെ ഹാവ് ടു അപ്പോയിന്റ് ഫോർ ദ പർപ്പസ് ഓഫ് അക്സെപ്റ്റിംഗ് ആപ്ലിക്കേഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ ഇവരെ അനുവദിച്ചിട്ടുണ്ട് ആൻഡ് പ്ലേസിംഗ് ഓർഡർ വിത്ത് ദി കമ്പനി. ആൻഡ് ദെൻ ഇഷ്യൂയിങ് കമ്പനി ഷുഡ് ഓൾസോ അപ്പോയിന്റ് ദ രജിസ്റ്റർ to the issue and the shares can be listed in any stock exchange other than exchange through which is at it has offered for the securities. ഇത് ഓൺലൈൻ ബേസ്ഡ് ആണ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. പ്രൈമറി മാർക്കറ്റിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെക്കൻഡറി മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് ഫോർ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് എക്സിസ്റ്റിംഗ് ഓർ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്. നിലവിലുള്ളതും അല്ലെങ്കിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യും സെയിൽ ചെയ്യുന്ന മാർക്കറ്റാണ് ആക്ച്വലി സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഇൻ വിച്ച് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട് എക്സെട്ര വിച്ച് ഹാവ് ഓൾറെഡി ബീൻ ഇഷ്യൂഡ് ബൈ ദ കമ്പനീസ് ഓർ ഗവൺമെന്റ്സ് ആർ ട്രേഡ്. ഗവൺമെന്റ് ട്രേഡ് ചെയ്തതോ അല്ലെങ്കിൽ കമ്പനികൾ ഓൾറെഡി ഇഷ്യൂ ചെയ്തതോ ആയിട്ടുള്ള സെക്യൂരിറ്റികൾ എന്ന് പറയുന്ന ഷെയർസും ഡിബഞ്ചേഴ്സും ബോണ്ടുകളൊക്കെ ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് ആക്ച്വലി ഈ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡറി മാർക്കറ്റ് മിയർലി ട്രാൻസ്ഫർ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റി ഫ്രം ബയർ ടു ദി സെല്ലർ ആയിരിക്കും. ദ കമ്പനി ഈസ് നോട്ട് ഡയറക്റ്റ് പാർട്ടി ഇൻ ഇറ്റ്. So secondary market provide liquidity to existing security and thereby indirectly promote what? Capital formation. So what are the difference between primary market and secondary market? Primary market and secondary market തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ന്യൂ സെക്യൂരിറ്റീസ് ആർ ട്രേഡഡ് അല്ലേ. പ്രൈമറി മാർക്കറ്റിൽ ന്യൂ സെക്യൂരിറ്റീസ് ആയിരിക്കും ട്രേഡ് ചെയ്യുന്നത്. സെക്കൻഡറി മാർക്കറ്റ് സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റീസ് ആർ ട്രേഡഡ്. But in case of primary market, involvement of companies there and then no involvement in secondary market, and then only buying of securities takes place in the primary market. But in case of secondary market, both buying and selling of securities can take place on the stock exchange. And then primary market directly contribute the capital and then secondary market indirectly contribute the capital. And then primary market there is no fixed geographical location, but in case of secondary market it is located at specified places. I think all are clear. The next one, stock exchange. നമ്മൾ കേട്ടിട്ടുള്ളതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് ആൻ organized and regulated financial market where listed securities like shares, debentures, bonds are bought and sold അല്ലെ. ഇത്തരത്തിൽ ഷെയർസും ഡിബഞ്ചേഴ്സും ബോണ്ടുകളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റാണ് ആക്ച്വലി ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അത് ഓർഗനൈസ്ഡ് ആൻഡ് റെഗുലേറ്റഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണെന്നാണ് പറയുന്നത്. സോ ഇവിടെ ഹിയർ ദ പ്രൈസസ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദ ഫോഴ്സ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഇവിടെ ഡിമാൻഡിന് സപ്ലൈയും ബേസ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ വെൻ ദ ബിസിനസ് റേസ് capital by issuing shares, the owner of these new shares are likely going to want to sell their stake someday. So stock exchange എന്ന് പറയുന്നത് provide a ready and continuous market for the sale and purchases of existing securities. Existing securities വാങ്ങാനും വിൽക്കാനും റെഡി ആയിട്ട് വാങ്ങാനും വിൽക്കാനുള്ള ഒരു പ്ലേസ് ആണ് ആക്ച്വലി ഏത് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അല്ലേ. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ സെക്കൻഡറി മാർക്കറ്റ് എന്ന പേരിൽ നമുക്ക് അറിയപ്പെടാറുണ്ട്. ഇന്ത്യയിൽ 20
23 സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണുള്ളത്. അതിൽ മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. NSE ആൻഡ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഇത് രണ്ടെണ്ണമാണ് മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. ആദ്യത്തെ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. 1875 എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് ഡാൽ സ്ട്രീറ്റ് മുംബൈയിലാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1992 നമുക്കത് പഠിക്കാം. ഓക്കെ, ഇനി ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ ഫംഗ്ഷൻ എന്താണ്? പ്രൊവൈഡിങ് ലിക്വിഡിറ്റി ആൻഡ് മാർക്കറ്റബിലിറ്റി ടു എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ്. അതായത് മെയിൻ ഫംഗ്ഷൻ ഓഫ് ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇസ് പ്രൊവൈഡ് റെഡി ആൻഡ് കണ്ടിന്യൂസ് മാർക്കറ്റ് ഫോർ ദി സെയിൽ ആൻഡ് പർച്ചേസസ് ഓഫ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ്. അല്ലെ, എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റികൾ പർച്ചേസ് ചെയ്യാനും സെയിൽ ചെയ്യാനുള്ള സംവിധാനം ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ മെയിൻ ഫംഗ്ഷൻ. ഇത് എന്ത് ചെയ്യുന്നു വെച്ചാൽ ലിക്വിഡിറ്റി ആൻഡ് ഈസി മാർക്കറ്റബിലിറ്റി ടു എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് ഇൻ ദി മാർക്കറ്റ്. ഒന്ന്. സെക്കൻഡ് വൺ, determines the price securities. So price of the security, determine price of securities. See, it helps in determine the price of securities through forces of demand and supply. ഡിമാൻഡിനെയും സപ്ലൈൻ്റെയും ഫോഴ്സസോട് കൂടിയിട്ട് സെക്യൂരിറ്റികൾക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാൻ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സഹായിക്കുന്നു. സോ അണ്ടർ ദി എക്സിസ്റ്റിംഗ് ഓൺലൈൻ സ്ക്രീൻ ബേസ്ഡ് ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം, കമ്പ്യൂട്ടർ സ്ക്രീൻ ഡിസ്പ്ലേ കോൺസ്റ്റന്റ് ഇൻഫർമേഷൻ ഓൺ ദ പ്രൈസ് ഓഫ് ദിസ് സെക്യൂരിറ്റി. And the next one, safety of the transaction ആണ് അടുത്തത്. The membership and dealings of stock exchanges are regulated by well defined existing legal framework നിന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. So trading is done through Security Exchange Board of India registered stock brokers only. അവർക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. So this ensures safety of the transactions and then enhance the economic growth of the country. So a stock exchange is the market in which existing securities are bought and sold എന്ന് പറഞ്ഞു. So അതുകൊണ്ട് it provide liquidity to existing securities എന്ന്. And then it will attract more investors in capital marketലേക്ക് അട്രാക്ട് ചെയ്യാൻ, കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നു. And thereby more companies can raise adequate capital through issue of shares and debentures. Okay, and then provide scope for the speculations. See, the stock exchange provides scope for what? Speculation in restricted and controlled manner. ഒരു controlled and restricted manner സ്പെക്കുലേഷൻസിനുള്ള സ്കോപ്പും ഇവിടെ ഉണ്ട്. So a certain degree of health speculation is necessary to ensure ലിക്വിഡിറ്റി എൻഷുർ ചെയ്യണമെങ്കിൽ കുറച്ച് ചെറിയ രീതിയിലൊരു സ്പെക്കുലേഷൻസ് വേണ്ടതാണ്. ആൻഡ് ദെൻ പ്രൈസ് കണ്ടിന്യൂറ്റി ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ, ആൻഡ് ദെൻ ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. എന്താണ് ഒരു ഏകദേശം ധാരണ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്പ്രെഡിങ് ഓഫ് ഇക്വിറ്റി spreading of equity culture. The stock exchange can play a vital role in ensuring wider share ownership by regulating new issues, better trading practices and taking effective steps in educating the public about the investments. And the next one, the next function, capital formation and an active secondary market is essential for the success of the primary market. And then through primary market, big business firms raise their capitals. And I think all are clear. And the next one, screen based trading system in stock exchange. Stock exchange screen based trading system ആണ് നടക്കുന്നത്. അതായത് അത് എന്തിനു വേണ്ടിയിട്ട് വെച്ചാൽ എഫിഷ്യൻസിയും ലിക്വിഡിറ്റിയും ട്രാൻസ്പെറൻസിയും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാഷണൽ വൈഡ് ആയിട്ട് ഒരു ഓൺലൈൻ അല്ലെങ്കിൽ ഫുള്ളി ഓട്ടോമേറ്റഡ് സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം 1994 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്ന് വെച്ചാൽ വേർ മെമ്പർ ക്യാൻ പഞ്ച് ഇൻ ടു ദ കമ്പ്യൂട്ടറിൽ പഞ്ച് ചെയ്യാൻ പറ്റും ദ ക്വാണ്ടിറ്റീസ് ഓഫ് സെക്യൂരിറ്റീസ്, എത്ര സെക്യൂരിറ്റീൻ്റെ അളവും ആൻഡ് ദെൻ പ്രൈസ് അറ്റ് വിച്ച് വുഡ് ബി ലൈക്ക് ടു, നമുക്ക് ഏത് ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് ഏതാണെന്നും അതിന് നേരെ നമുക്ക് പഞ്ച് ചെയ്യാൻ പറ്റും. And then transaction is executed as soon as match sale and buy order from the counterparty is found. അപ്പോൾ നമുക്ക് വാങ്ങാൻ താല്പര്യമുള്ള പ്രൈസിനനുസരിച്ച് നമ്മൾ അവിടെ പഞ്ച് ചെയ്യും. അതേപോലെ അതിന് അത്ര നമ്മളുടെ ഉദ്ദേശിക്കുന്നതനുസരിച്ച് പ്രൈസിന് വിൽക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളുമായിട്ട് ഇതിന് എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് മാച്ച് ചെയ്യുകയും ചെയ്യുന്നു. സോ ഇവിടെ ഓർഡേഴ്സ് ആർ മാച്ച് ഓൺ ദ ബേസിസ് ഓഫ് ടൈം ആൻഡ് പ്രൈസ് പ്രയോറിറ്റി ബേസ് ചെയ്തുകൊണ്ടാണ് അല്ലേ. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് ദി ഇൻഫർമേഷൻ. സോ കമ്പ്യൂട്ടർ സ്ക്രീൻസ് ഇൻ ബ്രോക്കേഴ്സ്
ഓഫീസ് ഡിസ്പ്ലേ ഇൻഫർമേഷൻ ഓൺ ഷെയറിൻ്റെ പ്രൈസ് ഉണ്ടാവും, ഹിസ്റ്റോറിക്കൽ പ്രൈസസ് ഉണ്ടാവും, അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് ഡെവലപ്മെന്റ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഷെയർ പ്രൈസസ്. സോ അങ്ങനെ അത് വരുമ്പോൾ ദീസ് ഇൻക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് ദി ഇൻഫർമേഷൻ ആൻഡ് ദെൻ ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് ദിസ് ഓപ്പറേഷൻസ്. സോ ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം റെഡ്യൂസിങ് ദ ടൈം, അതുപോലെ തന്നെ കോസ്റ്റ് ആൻഡ് റിസ്ക് ഓഫ് ദി എറർ ഇൻവോൾവ്ഡ് ഇൻ ദി ട്രേഡിംഗ് ഓഫ് സെക്യൂരിറ്റീസ് അല്ലേ. അത് സ്വാഭാവികമാണ്, കമ്പ്യൂട്ടർ ബേസിൽ ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് കുറയും, ഇങ്ങനെയുള്ള സംഭവങ്ങൾ കുറയും. സോ അങ്ങനെ വരുമ്പോൾ ഓപ്പറേഷൻസ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് ഓപ്പറേഷൻസ്, ഓപ്പറേഷൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു. സോ നെക്സ്റ്റ് വൺ വൈഡ് കവറേജ് ഇംപ്രൂവ് ദ ലിക്വിഡിറ്റീസ്. അതുപോലെ തന്നെ സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് ആവുമ്പോൾ അലോ ദ പീപ്പിൾ ഫ്രം ഇന്ത്യ ആൻഡ് അബ്രോഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻസിൽ എവിടെ നിന്ന് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. പർച്ചേസസും സെയിലും സെക്യൂരിറ്റീസും ലോകത്തിൻ്റെ എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ വൈഡ് കവറേജ് കിട്ടുന്നു എന്നുള്ളതാണ്. എ സിംഗിൾ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം, എല്ലാത്തിനും കൂടെ ഒറ്റ ട്രേഡ് പ്ലാറ്റ്ഫോം ആയിരിക്കും. ട്രേഡ് ടേക്ക് പ്ലേസ് ഇൻ ഓൾ ട്രേഡ് സെന്റേഴ്സ് അറ്റ് ദ സെയിം ടൈം, ഒരേ സമയത്താണ് ഇവിടെ നടക്കുന്നത്. സോ ദിസ് ഓൾ ട്രേഡിംഗ് സെന്റേഴ്സ് സ്പ്രെഡ് അക്രോസ് ദ വേൾഡ് ഹാവ് ബീൻ ബ്രോട്ട് ഇൻ ടു സിംഗിൾ പ്ലാറ്റ്ഫോം. എല്ലാവരും ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരും. ദാറ്റ് ഈസ് അവിടെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സർവറുടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എഗെയിൻ ബേസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡിങ്ങും അതിൻ്റെ സെറ്റിൽമെന്റ് പ്രൊസീജിയർ എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആദ്യമായിട്ട് ബ്രോക്കേഴ്സിനെ സെലക്ട് ചെയ്യണം. ഫസ്റ്റ് വൺ സെലക്ഷൻ ഓഫ് ബ്രോക്കർ ആൻഡ് ഓപ്പൺ എ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, ട്രേഡിംഗ് അക്കൗണ്ട്. സോ ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എ പേഴ്സൺ കനോട്ട് പർച്ചേസ് ഓർ സെൽ സെക്യൂരിറ്റി ഡയറക്ട്ലി. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ഒരു വ്യക്തിക്ക് നേരിട്ട് വാങ്ങാനോ വിൽക്കാനോ പറ്റില്ല. ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇന്റർമീഡിയറീസ് ആസ് എ ഷെയർ ബ്രോക്കർ. ഷെയർ ബ്രോക്കറുടെ അല്ലെങ്കിൽ ഇന്റർമീഡിയറീസിന്റെ സഹായത്തോട് കൂടിയിട്ട് മാത്രമേ വാങ്ങാനും വിൽക്കാനും പറ്റുള്ളൂ. ഒന്ന്. സെക്കൻഡ് വൺ, അത് കഴിഞ്ഞിട്ട് ഓപ്പണിംഗ് എ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. സോ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഹോൾഡ് ഷെയർസ് ആൻഡ് സെക്യൂരിറ്റീസ് ഇൻ ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റണം ഇതിന്, ഷെയർസിനും സെക്യൂരിറ്റീസിനും. ദ ഇൻവെസ്റ്റേഴ്സ് ഹാസ് ടു ഓപ്പൺ എ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം വിത്ത് ദ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസുമായിട്ട്. സോ ഫോർ ഹോൾഡിംഗ് ആൻഡ് ട്രാൻസ്ഫറിംഗ് സെക്യൂരിറ്റി ഇൻ ദി ഡിമാറ്റ് ഫോം. സോ ആൻഡ് ദെൻ അതിനുശേഷം പ്ലേസിംഗ് ദ ഓർഡർ വിത്ത് ബ്രോക്കർ ടു ബൈ ഓർ സെൽ സെക്യൂരിറ്റീസ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ദെൻ പ്ലേസസ് ആൻ ഓർഡർ, ഇൻവെസ്റ്റേഴ്സ് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് ബ്രോക്കർ ടു ബൈ ഓർ സെൽ ദ സെക്യൂരിറ്റി ഷെയർസ്. സോ ക്ലിയർ ഇൻസ്ട്രക്ഷൻ ഹാസ് ടു ബി ഗിവൺ അബൌട്ട് ദ നമ്പർ ഓഫ് ഷെയർസ് ആൻഡ് ദ പ്രൈസ് അറ്റ് വിച്ച് ഷെയർസ് ഷുഡ് ബി ബ്രോട്ട് ഓർ സോൾഡ് എന്നുള്ള അത് വ്യക്തം എത്ര ക്ലിയർ ആയിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം, എത്ര ഷെയറുകളാണ് വാങ്ങിക്കുന്നത്, എന്താണ് വില, ഇങ്ങനെ വ്യക്തമായിട്ടുള്ളൊരു ഡീറ്റെയിൽസ് കൊടുക്കണം. And then executing the order, അത് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ executing the order. So the computer in the broker office is constantly matching the orders at best bid offer price and offer price. When prices mentioned arrived in the market, the order will be executed ആയിരിക്കും. And it will be communicated to the broker's terminal ആയിട്ട് communicate ചെയ്യും after the trade has been executed. So the broker issue a contract note issue ചെയ്യും to the investor within 24 hours. Okay, so and the next one അത് കഴിഞ്ഞിട്ട് സെറ്റിൽമെന്റ് ചെയ്യും. So in this stage the investor has to deliver the share sold or he has paid cash for the share purchases, and then this should be done immediately after receiving the contract note or before the day when the broker shall make the payment or delivery of shares to the exchange. Okay, അങ്ങനെയാണ് ഇതിന്റെ സെറ്റിൽമെന്റ് നടത്തുന്നത്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡീമെറ്റീരിയലൈസേഷനും ആൻഡ് ഡെപ്പോസിറ്ററീസും. എന്താണ് ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡീമെറ്റീരിയലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് converting physical shares into electronic format. ഫിസിക്കൽ ഷെയർസിനെ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ പ്രോസസ് വെയർ സെക്യൂരിറ്റീസ് ഹെൽഡ് ബൈ ഇൻവെസ്റ്റേഴ്സ് ഇൻ ഫിസിക്കൽ ഫോം. ഇൻവെസ്റ്റേഴ്സിന് കയ്യിലുള്ള ഷെയർസിനെ ഫിസിക്കൽ ഫോമിലുള്ളതിനെ ക്യാൻസൽ ചെയ്തിട്ട് അതിനെ ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റുന്നതാണ് ആക്ച്വലി ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. ഹോൾഡിംഗ് ഷെയർസ് ഇൻ ഡിമാറ്റ് ഫോം ഈസ് വെരി കൺവീനിയൻറ്റ് ആസ് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെയാണ്. സോ ആൻ ഇൻവെസ്റ്റർ ഹു വാണ്ട്സ് ടു
ഡീമെറ്റീരിയലൈസ് ഈ ഷെയർസ് നീഡ്സ് ടു ഓപ്പൺ ഡിമാറ്റ് അക്കൗണ്ട്. ഇത് ഡീമാറ്റീരിയലൈസേഷൻ ചെയ്യണമെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം വിത്ത് ദ ആരില് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്. അപ്പോൾ ആരാണ് ഡെപ്പോസിറ്ററീസ്? ഇൻ ഇന്ത്യയിലെ ഡെപ്പോസിറ്ററീസ് ആരൊക്കെയാണ്? നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററീസ് ലിമിറ്റഡ് NSDL ഹാവിംഗ് 95 lakhs ഡിമാറ്റ് അക്കൗണ്ട്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ദെൻ സെൻട്രൽ ഡെപ്പോസിറ്ററീസ് സർവീസസ് CDSL അവർക്ക് 65 lakhs ഡിമാറ്റ് അക്കൗണ്ട്സ് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആരാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ? ഏജന്റ് ഓഫ് ദി ഡെപ്പോസിറ്ററി. സോ ഇന്റർമീഡിയറ്റ്സ് ബിറ്റ്വീൻ ദ ഡെപ്പോസിറ്ററീസ് ആൻഡ് ദ ഇൻവെസ്റ്റേഴ്സ്. അത് SEBIയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിരിക്കും എന്നാണ് പറയുന്നത്. സോ അപ്പോൾ ഡെപ്പോസിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബോഡി വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ സ്റ്റോറിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇൻവെസ്റ്റർ സെക്യൂരിറ്റീസ് ഇൻ ഡിമാറ്റ് ഓർ ഇലക്ട്രോണിക് ഫോർമാറ്റ്. ഡിമാറ്റോ ഇലക്ട്രോണിക് ഫോർമാറ്റിലോ സെക്യൂരിറ്റീസുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ് ആക്ച്വലി ഈ ഡെപ്പോസിറ്ററീസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ there are 2 ഡെപ്പോസിറ്ററീസ് ഉണ്ട്. NSDL CDSL. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്പോസിറ്ററീസ് ഇന്റർഫേസ് വിത്ത് ദ ഇൻവെസ്റ്റേഴ്സ് ത്രൂ their agents are called depository participants എന്നാ പറയുക. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് കുഡ് ബി ദ ബാങ്ക്സ് ആവാം, അത് പബ്ലിക് ബാങ്ക് ആവാം, പ്രൈവറ്റ് ബാങ്ക് ആവാം, ഫോറിൻ ബാങ്ക് ആവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, അതല്ലെങ്കിൽ SEBI രജിസ്റ്റേർഡ് ട്രേഡിംഗ് മെമ്പേഴ്സ് ഒക്കെ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആകാം. മനസ്സിലായോ? ഇനി ഡെപ്പോസിറ്ററി സിസ്റ്റത്തിൽ ആരൊക്കെ പാർട്ടീസ് വരുന്നത്? ഒന്ന് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഉണ്ടാവും, ഡെപ്പോസിറ്ററി ഉണ്ടാവും, രജിസ്ട്രാറും ഉണ്ടാവും. ഇനി നെക്സ്റ്റ് വൺ ഡിമെറ്റീരിയലൈസേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് വെച്ചാൽ ഡിമെറ്റീരിയലൈസേഷൻ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് വൺ ഇൻവെസ്റ്റേഴ്സ് സറണ്ടർ ദ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്സ് ടു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഫോർ ഡിമെറ്റീരിയലൈസേഷൻ. ഡിമെറ്റീരിയലൈസേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിനെ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് സറണ്ടർ ചെയ്യണം അവരുടെ അടുത്ത്. ഇതിനുശേഷം ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ത് ചെയ്യും? ഇൻഫോം ദ ഡെപ്പോസിറ്ററി അബൌട്ട് ദ റിക്വസ്റ്റ്. അത് ഇൻഫോം ചെയ്യും, ഡെപ്പോസിറ്ററിയെ അറിയിക്കും ആ റിക്വസ്റ്റ്. And then depository participants submit the physical certificate to the registrar of issuing company. Issuing company registrarക്ക് അത് സബ്മിറ്റ് ചെയ്യും. And then registrar communicate with the depository to confirm the request. കൺഫേം ചെയ്യുന്നതായിട്ട് രജിസ്ട്രാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. And then dematerialization of certificate is done by the ആരാ ചെയ്യുന്നത്? രജിസ്ട്രാർ ആണ് ചെയ്യുന്നത്. അങ്ങനെ accounts are updated by the registrar and then depository is informed about the completion of dematerialization. Dematerialization ചെയ്ത കാര്യം ഇവരെ ഇൻഫോം ചെയ്യും. ആൻഡ് അക്കൗണ്ട്സ് ആർ അപ്ഡേറ്റഡ് ബൈ ദ രജിസ്ട്രാർ ആൻഡ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് ഈസ് ഇൻഫോംഡ് അബൌട്ട് ദി സെയിം. അത് ആ കാര്യം അവരെ അറിയിക്കുകയും ചെയ്യും. ആൻഡ് ദെൻ ഡിമാറ്റ് അക്കൗണ്ട് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഈസ് അപ്ഡേറ്റഡ് ബൈ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആയിരിക്കും. അതോടുകൂടിയിട്ട് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും. അതാണ് അതിനകത്ത് വരുന്നത്. ഇനി ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. ഓക്കെ, ദ നെക്സ്റ്റ് ടോപ്പിക് ദാറ്റ് ഈസ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ദാറ്റ് ഈസ് NSE. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് 1992 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. ഇത് ആക്ച്വലി അതിൻ്റെ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് 1994 So actually National Stock Exchange was the first stock exchange in the country to provide modern and fully automated screen based electronic trading system. ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ആരാണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെന്നാണ് പറയുന്നത് അല്ലേ. അത് രാജ്യത്തിൻ്റെ എല്ലാ ആളുകളും എല്ലാ ഭാഗത്തുള്ള ആളുകൾക്ക് ട്രേഡിംഗ് നടത്താനുള്ള സംവിധാനം, ഓൺലൈൻ ബേസ്ഡ് ട്രേഡിംഗ് സംവിധാനം ആദ്യം നടത്തിയത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇത് വേൾഡിൽ തന്നെ 12th ലാർജസ്റ്റ് എക്സ്ചേഞ്ച് ആണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. വേൾഡിൽ തന്നെ 12ാമത്തെ ലാർജസ്റ്റ് എക്സ്ചേഞ്ചിൽ 12ാം സ്ഥാനമാണ് ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനുള്ളത്. ഇത് ആരാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ LIC, SBI, അതുപോലെ തന്നെ IFC, IDFCI ഇങ്ങനെയുള്ളവരാണ്. ഇവിടെ ആക്ച്വലി ഇവരുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് നിഫ്റ്റിയാണ്. സോ നിഫ്റ്റി കൺസിസ്റ്റ് ഓഫ് 5 സ്റ്റോക്സ് ആണുള്ളത്. റിപ്രസെൻറ്റിങ് 25 ഇൻഡസ്ട്രീസ് sectors ഉണ്ട്. It cover all parts of the country. At the same time it has no trading floor. All transactions are electronically conducted ആണ് ഇവിടെ മൊത്തം. ഓക്കെ, ആൻഡ് ദെൻ ഇതിലെ സെഗ്മെന്റ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് സെഗ്മെന്റ്സും ഉണ്ട്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സെഗ്മെന്റ്സും ഉണ്ട്, ഹോൾസെയിൽ
ഡെപ്റ്റ് മാർക്കറ്റ് സെഗ്മെന്റ്സും ഉണ്ട്. അതിലെ ക്യാപിറ്റൽ മാർക്കറ്റ് സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ ദി സെഗ്മെന്റ്സ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡീൽസ് വിത്ത് ഇക്വിറ്റി ഷെയർസ്, ഡിബഞ്ചേഴ്സ്, പ്രിഫറൻസ് ഷെയർസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സെഗ്മെന്റ്സ് ഓഫ് ദി NSE പ്രൊവൈഡ് ട്രേഡിംഗ് ഇൻ ഡെറിവേറ്റീവ്സ് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുള്ള ലൈക്ക് ഇൻഡെക്സ്, ഫ്യൂച്ചർ, ഇൻഡെക്സ് ഓപ്ഷൻസ്, സ്റ്റോക്ക് ഫ്യൂച്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സെഗ്മെന്റ്സിൽ വരുന്നത്. ദെൻ ഹോൾസെയിൽ ഡെപ്റ്റ് മാർക്കറ്റ് സെഗ്മെന്റ്സിൽ വരുന്നത് ദ ഹോൾസെയിൽ ഡെപ്റ്റ് മാർക്കറ്റ് സെഗ്മെന്റ് പ്രൊവൈഡ്സ് ദ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഫോർ ദി ട്രേഡിംഗ് ഓഫ് വൈഡ് റേഞ്ച് ഓഫ് debt securities, wide range of what? Debt securities which influence what the state and central government securities, that is trade bill and then public sector undertaking bonds, certificates for deposits, certificates, commercial papers, etc. ഇതൊക്കെയാണ്. ആൻഡ് ദെൻ ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ, നാഷണൽ വൈഡ് കവറേജ് ഉണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. അതുപോലെ തന്നെ അവിടെ സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് ആണ് അവിടെ നടക്കുന്നത്, ഓൺലൈൻ ട്രേഡിംഗ് ആണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ മീറ്റിംഗ് ഇന്റർനാഷണൽ ബെഞ്ച് മാർക്ക് ആൻഡ് ദി സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എൻഷുറിങ് ഈക്വൽ ആക്സസ് ടു ഇൻവെസ്റ്റേഴ്സ് ഓൾ ഓവർ ദ കൺട്രി, രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ആളുകളും ഒക്കെ എത്തിച്ചേരാൻ പറ്റുന്നതാണ് ആക്ച്വലി ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, അതുപോലെ BSE പറയും, BSE. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏഷ്യയിലെ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇത് ദാൽ സ്ട്രീറ്റ് മുംബൈയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1875 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഷെയർസ് ഓഫ് മോർ ദാൻ 5000 കമ്പനീസ് ആർ ട്രേഡഡ് ഓൺ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 5500ഓളം കമ്പനികൾ ഇവിടെ ട്രേഡിംഗ് നടക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താ വെച്ചാൽ സെൻസെക്സ് ആണ്. ഇവിടുത്തെ ഇൻഡെക്സ് എന്ന് പറയുന്നത് സെൻസെക്സ് ആണ്. സോ ഇത് 1986 ഇത് ഇൻഡെക്സ് ലോഞ്ച് ചെയ്തത്. 1995 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലോഞ്ച് ഇറ്റ്സ് എ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ട്രേഡ് പ്ലാറ്റ്ഫോം, അതായത് അതിന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റം, ബോൾട്ട് എന്ന് പറയും അല്ലേ. അത് 1995 ഫുള്ളായിട്ട് സ്ക്രീൻ ബേസിലേക്ക് മാറിയത്, വിച്ച് ഫുള്ളി റീപ്ലേസ്ഡ് വൺ ഓപ്പൺ ഔട്ട്വേ സിസ്റ്റം. നേരത്തെ ഓപ്പൺ ഔട്ട്വേ ആണ്. ഓപ്പൺ ഔട്ട്വേ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്ഷൻ സെയിൽ നടക്കില്ല ഉറക്കെ ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞിട്ട് ആ രീതിയിലായിരുന്നു. അപ്പോൾ അതൊക്കെ പിന്നീട് മാറി ഫുള്ള് ഇപ്പോൾ ഏതിലൂടെയാണ് ഫുൾ ഓട്ടോമാറ്റിക് ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് ട്രേഡിംഗ് നടക്കുന്നത്. ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആക്ച്വലി 1975 എസ്റ്റാബ്ലിഷ് ചെയ്തു പറഞ്ഞു. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഫസ്റ്റ് വന്നിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തായിരിക്കും അപ്പോൾ? ടു പ്രൊവൈഡ് ദ ട്രാൻസ്പെറൻറ്റ് ആൻഡ് എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഫോർ ട്രേഡിംഗ് ഇക്വിറ്റീസ് ആൻഡ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതാണ് ഒന്ന്. സെക്കൻഡ് വൺ, ടു പ്രൊവൈഡ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഫോർ വാട്ട് ഇക്വിറ്റീസ് ഓഫ് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, അതൊന്ന്. പിന്നെ പറയുന്നത് ടു എൻഷുർ ആക്റ്റീവ് ട്രേഡിങ്, അതുപോലെ തന്നെ ടു പ്രൊവൈഡ് വേരിയസ് സർവീസസ് ലൈക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ റിസ്ക് മാനേജ്മെൻറ്റ്, ക്ലിയറിംഗ്, സെറ്റിൽമെൻറ്റ്, മാർക്കറ്റ് ഡാറ്റ ആൻഡ് എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ആൻഡ് ടു കൺഫോം ടു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്. ഇതൊക്കെയാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ എന്ത് വരുന്നത് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ഇനി അതുപോലെ അടുത്തതാണ് OTCEI, അതായത് ഓവർ ദ കൗണ്ടർ ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. ഇത് ഇറ്റ് ഈസ് എ കമ്പനി ഇൻകോപ്പറേറ്റഡ് it is a company incorporated under the Companies Act 1956 പ്രകാരം ഇൻകോപ്പറേറ്റഡ് ഉള്ളതാണ്. It was set up to provide small and medium companies in access to the capital market. ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് സ്മോൾ ആൻഡ് മീഡിയം കമ്പനീസിനെ അക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ഇത് എന്തിനു വേണ്ടിയിട്ട്? ഫോർ റേസിംഗ് ഫണ്ട് ഫിനാൻസ് ഇൻ കോസ്റ്റ് എഫക്റ്റീവ് മാനർ എന്നാണ്. സോ ഇറ്റ് ഈസ് ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, ട്രാൻസ്പെറൻ്റ് ആണ്. സിംഗിൾ വിൻഡോ എക്സ്ചേഞ്ച് വിച്ച് ഈസ് കമൻസിങ് സ്റ്റാർട്ടിങ് ട്രേഡിംഗ് ഇൻ 1992 തന്നെയാണ് ഇത് ട്രേഡിംഗ് സിംഗിൾ വിൻഡോ എക്സ്ചേഞ്ച് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തത്. And then over the counter of exchange of India 1919 founded in 1919 പറഞ്ഞു. So at the same time over the counter of exchange India can be
defined as the stock exchange without proper trading floor. ഇത് പ്രോപ്പർ ട്രേഡിംഗ് ഫ്ലോർ ഒന്നും ഇല്ലാതെ തന്നെയുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണിത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് യൂസ് ഓഫ് മോഡേൺ ടെക്നോളജിയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റെസ്ട്രിക്ഷൻ ഫോർ ദ സ്റ്റോക്സിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും. സ്റ്റോക്സ് ആൻഡ് ഷെയർസ് ലിസ്റ്റഡ് ഇൻ അതർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിൽ നോട്ട് ബി ലിസ്റ്റഡ്. മറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് ലിസ്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഫീച്ചർ. പിന്നെ മിനിമം ഇഷ്യൂഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് മിനിമം എത്ര വെച്ചാൽ 13 lakhs വരെയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ നെറ്റ്വർക്കാണ് ഇതിൻ്റെ പ്രത്യേകത. നെറ്റ്വർക്ക് ഓഫ് കൗണ്ടേഴ്സ് ലൈക്ക് members located in different parts of the country എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. ഇനി അടുത്തൊരു ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. നമ്മൾ കുറേ കാലമായിട്ട് കേട്ടിട്ടുള്ളതാണ് സെബി എന്ന് പറയുന്നത് അല്ലേ. സെബിയുടെ എന്താണ്? സെബി എന്ന് പറയുന്നത് 1988 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അതായത് സെക്യൂരിറ്റി മാർക്കറ്റ്സിൻ്റെ ഫങ്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് സെബി എന്ന് പറയുന്നത്. ഇത് പ്രൊമോട്ട് ഓർഡർലി ആൻഡ് ഹെൽത്തി ഡെവലപ്മെൻറ്റ് ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു. സോ ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെ. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ടു എൻഷുർ ദാറ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് ആർ പ്രൊട്ടക്റ്റഡ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതുമാണ്. അപ്പോൾ സെബി ഈസ് ആക്ച്വലി ദ വാച്ച് ഡോഗ് ടു ഒബ്സർവ് ദ ആക്ടിവിറ്റീസ് ഇൻ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സെക്യൂരിറ്റി മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഒബ്സർവ് ചെയ്യുന്ന ഒരു വാച്ച് ഡോഗാണ് ആക്ച്വലി സെബി എന്ന് പറയുന്നത്. അത് സെക്യൂരിറ്റി മാർക്കറ്റിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബിയാണ്. അപ്പോൾ ഈ സെബി എന്ന് പറയുന്ന സംഭവം എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ക്യാപിറ്റൽ മാർക്കറ്റ് വിറ്റ്നസ്ഡ് എ ട്രമൻഡസ് ഗ്രോത്ത് ഡ്യൂറിങ് 1980 ഉണ്ടായി. സോ വിത്ത് ദ ഗ്രോത്ത് ഇൻ ഡീലിംഗ്സ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് ഗ്രോ ചെയ്തപ്പോൾ ലോട്ട് ഓഫ് മാൽ പ്രാക്ടീസസ് ഓൾസോ സ്റ്റാർട്ടഡ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലേ. സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തും സ്റ്റാർട്ട് ചെയ്തു, മാൽ പ്രാക്ടീസസ് ഒരുപാടുണ്ടായി. സച്ച് ആസ് പ്രൈസ് റഗ്ഗിംഗ്, അൺഒഫീഷ്യൽ പ്രീമിയം ഓൺ ന്യൂ ഇഷ്യൂ, അതുപോലെ തന്നെ ഡിലേ ഇൻ ഡെലിവറി ഓഫ് ഷെയർസ് ആൻഡ് വയലേഷൻ ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ലിസ്റ്റിംഗ് ദ റിക്വയർമെന്റ്സ്. ഇങ്ങനെ ഒരുപാട് മാൽ പ്രാക്ടീസസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു? ഡിസൈഡഡ് ടു സെറ്റ് അപ്പ് ദ ഏജൻസി. ഇതിന് വേണ്ടിയിട്ട് ഒരു ഏജൻസി വേണം. റെഗുലേറ്റഡ് ബോഡി നോൺ ആസ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സെബിയെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. സെക്യൂരിറ്റി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ബോർഡ് തന്നെ വേണം എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1988. അതാണ് ഇതിൻ്റെ റീസൺ, ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സെബി വാസ് സെറ്റപ്പ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് 3 ഗ്രൂപ്പ്സ്. 3 ഗ്രൂപ്പുകാരുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഒന്നാമത്തെ ഇഷ്യൂവേഴ്സ് മീൻസ് ഇറ്റ് പ്രൊവൈഡ് മാർക്കറ്റ് പ്ലേസ് ഇൻ വിച്ച് ദേ ക്യാൻ റൈസ് ഫിനാൻസ് ഫെയർലി ആൻഡ് ഈസിലി. എളുപ്പത്തിൽ ഫിനാൻസ് കണ്ടെത്താനും പഠിക്കാൻ വേണ്ടിയിട്ട് ഇഷ്യൂവേഴ്സിന് ഒരു മാർക്കറ്റ് പ്ലേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. പിന്നെ ഇൻവെസ്റ്റേഴ്സ് പ്രൊവൈഡ് ദ പ്രൊട്ടക്ഷൻസ് ഓഫ് ദ റൈറ്റ് ആൻഡ് സപ്ലൈ ഓഫ് അക്യുറേറ്റ് ആൻഡ് കറക്റ്റ് ഇൻഫർമേഷൻ ഓൺ ദി കണ്ടിന്യൂസ് ബേസിസ്, അതെന്ന് പറയുന്നത്. പിന്നെ ഇന്റർമീഡിയറ്റ്സിനാണ്. സോ ടു പ്രൊവൈഡ് പ്രോമിറ്റേറ്റീവ് ആൻഡ് പ്രൊഫഷണൽ മാർക്കറ്റ് വിത്ത് അഡ്യൂക്കേറ്റ് ആൻഡ് എഫിഷ്യൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സോ ദാറ്റ് ദേ ആർ ഏബിൾ ടു render better services to the investors and issuers അല്ലേ. അതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടു പ്രൊട്ടക്ട് ദ റൈറ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് എൻഷുറിങ് സേഫ്റ്റി ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. And then second one, to prevent fraudulent and malpractices by applying statutory regulations. And then to regulate and develop a code of conduct for intermediaries such as brokers, underwriters, etc. And then to regulate stock exchange and securities industries to promote their orderly functions. Next one, the functions of SEBI, Security Exchange Board of India functions എന്ന് പറയുന്നത്, the first one regulatory function. In that the first one, the registration of brokers and sub-brokers in the market, and then registration of collective investment schemes and mutual funds, then regulation of stock brokers and portfolio exchange, and then controlling taker of bids and imposing penalties for such practices, and conducting enquiries and audit of stock exchange and intermediaries, and leaving fee or other charges for carrying out the purpose of act. So actually these are the regulatory functions of
Security Exchange Board of India or SEBI. And the next one, development functions. So that is the first one, training of intermediaries of this security market, and then conducting research and publishing information useful to all market participants, and then undertaking measures to develop the capital market by adopting a flexible approaches. And then SEBI has permitted internet trading through registered stock brokers and also investor education, that is development function. And then protective functions involve SEBI prohibit fraudulent and unfair trade practices in the security market. Okay, and then SEBI prohibit insider trading and impose penalty for such practices. And then an insider is any person connected with the company who is having price sensitive information which is not available to general public. So directors, promoters and etc. are the insiders. So when such persons use inside information to make individual profit, it is referred as an insider trading. So the next one, undertaking steps for investor protections. And also the protective function, promotions of fair practices and code of conduct in the security market. Okay, these are the productive functions. I think all are clear. This പഠിച്ചു വെക്കുക. ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇനി ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് സെബി. സെബിയുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്, സെബി നമ്മൾ പറഞ്ഞു 1988 ഫോം ചെയ്തതെന്ന് പറഞ്ഞു. ആസ് എ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇറ്റ് വാസ് മെയ്ഡ് ആൻ ഓട്ടോണമസ് ആൻഡ് ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി ബോഡി ആഫ്റ്റർ ദ പാസിംഗ് ഓഫ് സെബീസ് ആക്ട് 1992 അല്ലേ. അതിനുശേഷം ഇറ്റ് ഫങ്ഷൻസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആൻഡ് സെബി ഹാസ് ദ ഫോം two advisory committee in the to deal with the primary and secondary market. So these committees consist of market players ഉണ്ടായിരിക്കും, investors association ഉണ്ടായിരിക്കും and eminent persons ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. സെബിയെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. പലപ്പോഴും പല ടൈമിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ എസ് എ ആയിട്ടും 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഇത് മനസ്സിലാക്കി വെക്കുക. ഇതോടുകൂടിയിട്ട് നമ്മൾ ഈ ചാപ്റ്റർ തീർന്നിരിക്കണം. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് കോൺടാക്ട് മീ.